തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ. സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും സുനിൽകുമാർ. പൂരം കലക്കിയത് ഇടത് നേതാക്കളെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. അനീഷ് കുമാർ. വിദേശത്ത് വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തുവെന്ന യുവതിയുടെ പരാതിയിൽ ചലച്ചിത്ര നടൻ നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ കോതമംഗലം ഊന്നുകൽ പോലീസ് കേസെടുത്തു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡനത്തിനിരയാക്കിയെന്നാണ് യുവതിയുടെ മൊഴി. ആരോപണം നിഷേധിച്ച് നിവിൻ പോളി. പി.വി. അൻവറിന്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. സിപിഎം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മൌനം വെടിയണമെന്നും ശോഭാ സുരേന്ദ്രൻ. വടക്കാഞ്ചേരി അകമലയിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ചേലക്കര സ്വദേശിനി സൂസമ്മയാണ് മരിച്ചത്. മണ്ണുത്തിയിൽ പിക്കപ്പ് വാനിടിച്ച് വീട്ടമ്മ മരിച്ചു. വിയ്യൂർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന മകന് നൽകാൻ കഞ്ചാവുമായി എത്തിയ അമ്മയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കാട്ടാക്കട സ്വദേശി ലതയാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 80 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. കേരള വിഷന്റെ സംരംഭക കൺവെൻഷൻ ഈ മാസം 5-ന് പുഴയ്ക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കും. ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ ടിവി കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുകയെന്ന ലക്ഷ്യവുമായാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ റീടെൻഡർ ചെയ്തു. 270 ദിവസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കണമെന്നാണ് ടെൻഡറിലെ വ്യവസ്ഥ. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പി.വി. അൻവർ എം.എൽ.എ. നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ. സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ എ.ഡി.ജി.പി. അജിത് കുമാറിന് പങ്കുണ്ടോ എന്ന് നേരിട്ടറിയില്ല. പൂരം കലക്കിയത് യാദൃശ്ചികമായല്ല. പോലീസ് മാത്രമല്ല, പൂരത്തിന്റെ നടത്തിപ്പുകാർക്കും പങ്കുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പൂരം അലങ്കോലമാക്കിയത്. പകൽ സമയത്ത് പ്രശ്നമില്ലായിരുന്നുവെന്നും രാത്രി പൂരമാണ് നിർത്തിയതെന്നും സുനിൽകുമാർ പറഞ്ഞു. പൂരം അലങ്കോലമാക്കാൻ നേതൃത്വം കൊടുത്തതാരായാലും പുറത്തുവരണം. ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ രാത്രി ആംബുലൻസിൽ എത്തിച്ചത് യാദൃശ്ചികമല്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. പൂരം കലക്കുന്നതിന് പിന്നില് യാദൃശ്ചികമായി സംഭവിച്ചൊരു കാര്യമാണെന്ന് പറയാൻ പറ്റും. ഇതിനു മുമ്പ് തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് തെക്കോട്ടിറക്കത്തിനിടയിൽ ഇവിടെ നിങ്ങൾക്ക് അന്നത്തെ പത്രക്കാർക്കൊക്കെ അറിയാൻ പറ്റും, അന്ന് ലാത്തി ചാർജ് നടന്നിട്ടുണ്ട്. ആ ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുള്ള നിരവധി ആളുണ്ടായിട്ട് പോലും പൂരത്തിന്റെ നടത്തിപ്പിൽ ഒരു ഭംഗവും വരുത്താതെ വിഘ്നം കൂടാതെ പൂരം നടത്തിയിട്ടുള്ള ചരിത്രമുള്ള തൃശ്ശൂരിൽ ലോക്സഭ ഇലക്ഷന്റെ മധ്യത്തിൽ ഒരു പൂരത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിർത്തിവെക്കുന്നതിന്റെ പിന്നിൽ പോലീസ് മാത്രമല്ല, പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകളും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും എനിക്ക് പറയാനുള്ള കാര്യം, അന്ന് ഈ പൂരത്തിന്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ വീഴ്ചയിൽ തുടർന്ന് അന്നത്തെ പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റിയിരുന്നു. ഒരു പോലീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടണം. കാരണം ജനങ്ങൾക്ക് ഇതിന് സത്യം അറിയാൻ ജനങ്ങൾക്ക്. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് വി.എസ്. സുനിൽകുമാറും മന്ത്രി കെ. രാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളാണെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. അനീഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പോലീസിനെ ഉപയോഗിച്ച് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ പാപഭാരത്തിൽ നിന്ന് കൈകഴുകാനും സുരേഷ് ഗോപിയെ അപമാനിക്കുന്നതുമാണ് സുനിൽകുമാറിന്റെ പ്രസ്താവനയെന്നും അനീഷ് കുമാർ കുറ്റപ്പെടുത്തി. പോലീസുമായി ഗൂഢാലോചന നടത്താൻ സാധിക്കുന്നത് സുനിൽകുമാറും രാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കൾക്കാണ്. പൂരത്തിന് ആനയ്ക്ക് കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനുള്ള കുടയും കൊണ്ടുപോകാൻ പോലും അനുവദിക്കാതെ പോലീസിനെ ഉപയോഗിച്ച് തടഞ്ഞു. പൂരം വെടിക്കെട്ടിന്റെ അനിശ്ചിതത്വം നിലനിന്ന 2 മണിക്കൂർ രാജനും സുനിൽകുമാറും കമ്മീഷണറും കളക്ടറുമൊന്നും സ്ഥലത്ത് വരാൻ പോലും തയ്യാറായില്ലെന്നും സുരേഷ് ഗോപിയുടെ പരിശ്രമം കൊണ്ടാണ് വെടിക്കെട്ട് നടത്താൻ ദേവസ്വങ്ങൾ തയ്യാറായതെന്നും അനീഷ് കുമാർ പറഞ്ഞു. പോലീസുമായി ബി.ജെ.പി. ഗൂഢാലോചന നടത്തി എന്നാണ് പറയുന്നത്. കേരളം ഭരിക്കുന്നത് ബി.ജെ.പി. അല്ല. കേരളത്തിൻ്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് കെ. സുരേന്ദ്രനുമല്ല. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസുമായി ബി.ജെ.പി. ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് എത്ര ബാലിശമായിട്ടുള്ള വാദഗതിയാണ്. ഇവിടെ പോലീസുമായിട്ട് ഗൂഢാലോചന നടത്താൻ സാധിക്കുന്നത് CPM മാത്രമാണ്, ഇടതുപക്ഷത്തിന് മാത്രമാണ്. അതല്ലാതെ BJPക്കോ
ദേവസ്വങ്ങൾക്കോ പോലീസുമായിട്ട് ഗൂഢാലോചന നടത്താൻ പോലും സാധ്യമല്ല. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഈ പറയുന്ന സുനിൽ കുമാറും രാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാരാണ്. പോലീസുമായിട്ട് ഗൂഢാലോചന നടത്തി പൂരം അട്ടിമറിക്കാനുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുള്ളത്. തൃശൂരിൽ താമര വിരിഞ്ഞപ്പോൾ 3 പേരുടെ ചെവിയിലാണ് ചെമ്പരത്തിപ്പൂ വിരിഞ്ഞത്. ഒന്നാമത്തേത് പ്രതാപന്റെയും രണ്ടാമത്തേത് മുരളീധരന്റെയും മൂന്നാമത്തേത് സുനിൽകുമാറിന്റെയും ചെവിയിലുമാണ്. വിശ്വാസം തകർത്തുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ഞങ്ങൾ തയ്യാറല്ലെന്നും പൂരം തകർക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും കെ അനീഷ് കുമാർ പറഞ്ഞു. BJP ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജസ്റ്റിൻ ജേക്കബ്, ബിജോയ് തോമസ്, രഘുനാഥ് സി മേനോൻ എന്നിവരും പങ്കെടുത്തു. TCV തൃശൂർ. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തുവെന്ന യുവതിയുടെ പരാതിയിൽ ചലച്ചിത്ര നടൻ നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ കോതമംഗലം ഊന്നുകൽ പോലീസ് കേസെടുത്തു. കേസിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. നടൻ നിവിൻ പോളിക്കെതിരെയുള്ള ബലാത്സംഗ കേസിൽ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. കോതമംഗലം ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തു. കഴിഞ്ഞ വർഷമാണ് സംഭവം നടന്നതെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. ശ്രേയ 1ാം പ്രതി, 2ാം പ്രതി നിർമ്മാതാവ് AK സുനിൽ, 3ാം പ്രതി ബിനു, 4ാം പ്രതി ബഷീർ, 5ാം പ്രതി കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ. അതേസമയം തനിക്കെതിരെയുള്ള പീഡനാരോപണം നിവിൻ പോളി നിഷേധിച്ചു. ആരോപണമുന്നയിച്ച യുവതിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് നിവിൻ പോളി പറഞ്ഞു. PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് CBI കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. ഇത്രയും നെറികേടുകൾ കേരളത്തിൽ നടന്നിട്ടും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടരുന്ന മൗനം വെടിയണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ആഭ്യന്തര വകുപ്പ് ഇത്രയേറെ കുത്തഴിഞ്ഞെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടും ഈ ഗവൺമെന്റിനെ ന്യായീകരിച്ച് ഇത് തെറ്റിനെ അംഗീകരിക്കുന്ന ഗവൺമെന്റ് അല്ല എന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും ഈ നിമിഷവും മാഫിയയല്ല മിസ്റ്റർ പിണറായി വിജയൻ എങ്കിൽ, മാർക്സിസ്റ്റ് ആണെങ്കിൽ ഈ അന്വേഷണങ്ങൾ CBIയെ ഏൽപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം. കേരളത്തിൽ അതിന് തീരുമാനമെടുക്കാൻ സൂപ്പർ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വ്യക്തമാക്കണം. ആഭ്യന്തര വകുപ്പ് ഇത്രയേറെ കുത്തഴിഞ്ഞെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും മാഫിയ അല്ല മാർക്സിസ്റ്റ് ആണെങ്കിൽ ഈ അന്വേഷണം CBIയെ ഏൽപ്പിക്കാൻ തയ്യാറാകണം. അതിന് സമ്മതിക്കാൻ സൂപ്പർ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് തയ്യാറാകുന്നില്ലെങ്കിൽ കേരളത്തിലെ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നതെന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാകണം. ശിവശങ്കറിനെ പോലെയും അജിത് കുമാറിനെ പോലെയും പിണറായി വിജയനെയും തെറ്റ് ചെയ്യിച്ച അദൃശ്യ ശക്തികളെക്കുറിച്ച് അന്വേഷിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറാകണം. കള്ളക്കടത്ത് മാഫിയയ്ക്കും മയക്കുമരുന്ന് മാഫിയയ്ക്കും നേതൃത്വം നൽകിക്കൊണ്ട് കേരളത്തിൽ ഒരു ADGP പ്രവർത്തിക്കുന്നുവെന്നത് നിസ്സാരമായ കാര്യമല്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. TCV ന്യൂസ് തൃശൂർ. വടക്കാഞ്ചേരി അകമല വളവിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ചേലക്കര പട്ടാണിപ്പറമ്പിൽ തുണ്ടത്തിൽ വീട്ടിൽ 72 വയസ്സുള്ള സൂസമ്മ വർഗീസാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. ചേലക്കരയിൽ താമസിക്കുന്ന ഇടുക്കി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ചേലക്കരയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. കാറിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. ക്യാൻസർ ബാധിതയായ സൂസമ്മയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മണ്ണുത്തിയിൽ പിക്കപ്പ് വാൻ ഇടിച്ച് വീട്ടമ്മ മരിച്ചു. വിലങ്ങന്നൂർ പായക്കണ്ടം അരീക്കുഴിക്കൽ തോമസ് ഭാര്യ 62 വയസ്സുള്ള ലീലാമ്മയാണ് മരിച്ചത്. ഡോൺബോസ്കോ സ്കൂളിന് സമീപം ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ലീലാമ്മയെ പാലക്കാട് ഭാഗത്തുനിന്ന് വന്ന പിക്കപ്പ് വാൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മണ്ണുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന മകന് നൽകാൻ കഞ്ചാവുമായി എത്തിയ അമ്മയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി കുന്നിൽ വീട്ടിൽ ലതയെയാണ് കോലഴി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ
KV നിതിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കാപ്പ നിയമപ്രകാരം ജയിലിൽ കഴിയുന്ന മകൻ ഹരികൃഷ്ണന് നൽകാനാണ് ലത കഞ്ചാവുമായി എത്തിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ലത പിടിയിലായത്. ലതയുടെ കൈവശമുണ്ടായിരുന്ന ഹാൻഡ് ബാഗിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. 80 ഗ്രാം വരുന്ന കഞ്ചാവ് എക്സൈസ് സംഘം പിടിച്ചെടുത്തു. ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് മയക്കുമരുന്നുകൾ എത്തിക്കാൻ സ്ത്രീകളെ ഉപയോഗിക്കുന്നത് പരിശോധന മറികടക്കാനാണെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. ശരീരത്തിൽ ഒളിപ്പിച്ചും മയക്കുമരുന്ന് കടത്താൻ ശ്രമിക്കാറുണ്ട്. ഇതിനെയാണ് ജയിൽ അധികൃതരും എക്സൈസ് സംഘം ചേർന്ന് തകർത്തത്. ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ MS സുധീർ കുമാർ, MS ജിതേഷ് കുമാർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ K അമിത, VC സോന എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുകയെന്ന ലക്ഷ്യവുമായി കേരള വിഷന്റെ സംരംഭക കൺവെൻഷൻ ഈ മാസം 5-ന് പുഴയ്ക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുമെന്ന് കേരള വിഷൻ COA ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിജിറ്റൽ കേബിൾ TV മേഖലയിൽ 5-ാം സ്ഥാനത്തും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് മേഖലയിൽ 7-ാം സ്ഥാനത്തും കേരള വിഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. മാത്രമല്ല ഗ്രാമീണ മേഖലയിൽ വയർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊടുക്കുന്ന കാര്യത്തിൽ BSNL തൊട്ടുപുറകിലായി കേരള വിഷൻ 2-ാം സ്ഥാനത്ത് ഇന്ത്യയിലെത്തി നിൽക്കുകയാണ്. ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് ഈ എന്റർപ്രൈനേഴ്സ് മീറ്റിനെ കേരള വിഷൻ അഭിമുഖീകരിക്കുന്നത്. മാത്രമല്ല ഈ വർഷത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് 5 ലക്ഷം ബ്രോഡ്ബാൻഡ് കണക്ഷനും അതുപോലെ തന്നെ 5 ലക്ഷം ഡിജിറ്റൽ കണക്ഷനും പുതിയതായി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ലക്ഷ്യം ഏറെക്കുറെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് കേരള വിഷൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് കൂടി പ്രാപ്യമാവുന്ന രീതിയിൽ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കേരള വിഷൻ നേട്ടങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 1500 കേബിൾ TV സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന കൺവെൻഷൻ വ്യാഴാഴ്ച രാവിലെ 10:30-ന് ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും. P ബാലചന്ദ്രൻ MLA കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമിന്റെ കമേഴ്സ്യൽ ലോഞ്ചിംഗ് നിർവഹിക്കും. ഇസാഫ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ പോൾ തോമസ് സംരംഭകർക്ക് മുമ്പിലുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. കേരള വിഷന്റെ വിവിധ സംരംഭങ്ങളിൽ നിക്ഷേപകരായിട്ടുള്ള ഓപ്പറേറ്റർമാരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. കേരള വിഷന്റെ ഒരു പ്രത്യേകത, ഒരു സംഘടന എന്ന നിലയിൽ COA എന്ന ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ കീഴിലുള്ള വിവിധ സംരംഭങ്ങളിൽ കേബിൾ TV ഓപ്പറേറ്റർമാരിൽ നിന്ന് തന്നെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കമ്പനികൾ രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ഓപ്പറേറ്റർമാരാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. കേരള വിഷൻ ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പിലാക്കിയ ആധുനികവൽക്കരണങ്ങളും മറ്റു സവിശേഷതകളും കൺവെൻഷൻ ചർച്ച ചെയ്യും. സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ അവതരണങ്ങളും കൺവെൻഷന്റെ ഭാഗമായി നടക്കും. കൺവെൻഷന് ശേഷം വൈകിട്ട് 5 മുതൽ 2ാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് നൈറ്റും മെഗാ ഷോയും അരങ്ങേറും. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ, KCCL MD PP സുരേഷ് കുമാർ, ഇൻഫോമീഡിയ മാനേജിംഗ് എഡിറ്റർ KV രാജൻ, COA തൃശൂർ ജില്ലാ സെക്രട്ടറി P ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കുറ്റിപ്പുറം റോഡ് പ്രവൃത്തി റീടെൻഡർ ചെയ്തു. പ്രവൃത്തി നിർവഹണ ഏജൻസിയായ KSTP ആണ് ടെൻഡർ ചെയ്തിരിക്കുന്നത്. 166.89 കോടി രൂപയുടെ പ്രവൃത്തികൾക്കാണ് റീടെൻഡർ. 270 ദിവസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കണമെന്നാണ് ടെൻഡറിലെ വ്യവസ്ഥ. 1 മാസം ടെൻഡർ സമർപ്പിക്കാൻ അവസരമുണ്ട്. ഒക്ടോബർ 4-ന് ടെൻഡർ ഓപ്പൺ ചെയ്യും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തൃശൂർ കുറ്റിപ്പുറം റോഡ് നവീകരണം സാധ്യമാക്കുന്നത്. റോഡ് പ്രവൃത്തിയിൽ വേണ്ടത്ര പുരോഗതി ഇല്ലെന്ന് വ്യക്തമായതിനെ തുടർന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് കരാറുകാർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് KSTP അധികൃതർ കരാറുകാരന്റെ നഷ്ടോത്തരവാദിത്തത്തിൽ കരാർ റദ്ദ് ചെയ്തിരുന്നു. അതേസമയം തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നടൻ പ്രേംകുമാറിന് താൽക്കാലിക ചുമതല നൽകി സാംസ്കാരിക വകുപ്പ് ഉത്തരവിറക്കി. നിലവിൽ അക്കാദമി വൈസ് ചെയർമാനാണ് പ്രേംകുമാർ. ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന സംവിധായകൻ രഞ്ജിത്ത് ചുമതലയൊഴിഞ്ഞ സാഹചര്യത്തിലാണ് ചുമതല മാറ്റം. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മോഷണം പോയ ബസ് ഗുരുവായൂരിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ബസ്സിലെ മുൻ ജീവനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
ചൊവ്വാഴ്ച പുലർച്ചെയാണ് കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ് മോഷണം പോയത്. മോഷ്ടാവ് ബസ് ഓടിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണം അനന്തമായി നീളുന്നത് കൃഷിയും കുടിവെള്ള പദ്ധതിയും പ്രതിസന്ധിയിലാക്കുമെന്ന് ആശങ്ക. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകളുടെ നവീകരണം ഒച്ചിഴയുന്ന വേഗതയിലാണ് നടക്കുന്നത്. റെഗുലേറ്ററിന് ഷട്ടറുകളില്ലാത്തതിനാൽ വേലിയേറ്റത്തിന് പുഴയിൽ നിന്നും ഉപ്പുവെള്ളം മുല്ലശ്ശേരി KLDC കനാലിലേക്ക് കടക്കാനുള്ള സാധ്യത ഏറെയാണ്. എളവള്ളി പഞ്ചായത്തിന്റെ ജലനിധി കുടിവെള്ള പദ്ധതിയും ഹെക്ടർ കണക്കിന് പാടശേഖരങ്ങളിലെ നെൽകൃഷിയും KLDC കനാലിലെ വെള്ളം ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നത്. ഉപ്പുവെള്ളം കനാലിലേക്ക് കയറിയാൽ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയെയും നെൽകൃഷിയെയും ദോഷകരമായി ബാധിക്കും. കനാലിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനായി റെഗുലേറ്ററിന് അഭിമുഖമായി താൽക്കാലിക വളയം കെട്ടുകൾ മുൻ വർഷങ്ങളിൽ നിർമ്മിക്കാറുണ്ട്. ഇതിനുള്ള പ്രാരംഭ നടപടികളും പൂർത്തിയാക്കാത്തത് കർഷകരെ ആശങ്കപ്പെടുത്തുന്നു. പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കനാലിലേക്ക് കയറാതിരിക്കുന്നതിനും ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണം പൂർത്തിയാക്കുന്നതിനും അടിയന്തര നടപടിയുണ്ടാകണമെന്ന് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധികൃതരോട് ആവശ്യപ്പെട്ടു. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകളെല്ലാം ഊരിമാറ്റിയിട്ട് കുറച്ചു കാലമായി. ഈ സമയത്തിനുള്ളിൽ ഇതുവരെ അത് റിപ്പയർ ചെയ്യാത്തത് മൂലവും വളയം ബണ്ട് കെട്ടാത്തത് മൂലം ഇന്ന് ഉപ്പുവെള്ള ഭീഷണി ഈ മേഖലകളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഈ ഇടിയഞ്ചിറയുമായി ബന്ധപ്പെട്ട ഉപ്പുവെള്ളം കയറുന്ന ഈ പ്രവർത്തനം അതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി 15 വർഷത്തോളം മണലൂരിന്റെ MLA ആയ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. മുൻവർഷങ്ങളിൽ ഇടിയഞ്ചിറ റെഗുലേറ്റർ വഴി കയറിയ ഉപ്പുവെള്ളം കാരണം മുല്ലശ്ശേരി വെങ്കടങ്ങ് മേഖലയിൽ 250 ഏക്കർ കൃഷിഭൂമിയാണ് കൃഷി ചെയ്യാതെ തരിച്ചുകിടക്കുന്നത്. കർഷകരും പാടശേഖര സമിതികളും കർഷക സംഘടനകളും പലതവണ ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ കർഷകരും വിവിധ സംഘടനകളും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. TCV ന്യൂസ്, പാവറട്ടി. അഷ്ടമിച്ചിറയിൽ വിവിധയിടങ്ങളിലായി തെരുവ് നായ്ക്കളെ ചത്ത നിലയിൽ കണ്ടെത്തി. 10ഓളം നായ്ക്കളെയാണ് ചത്ത നിലയിൽ കണ്ടത്. അഷ്ടമിച്ചിറയിൽ ഡോക്ടറെ കടിച്ച നായ്ക്കളും ചത്തിട്ടുണ്ട്. ഡോക്ടറെ നായ്ക്കൾ ആക്രമിച്ച് കടിച്ച ശേഷമുള്ള വാക്സിനേഷൻ പൂർത്തിയായിട്ടില്ല. നായ്ക്കൾ കൂട്ടമായി ചത്തതിന്റെ കാരണം വ്യക്തമല്ല. ചത്ത നായ്ക്കളെയെല്ലാം പോസ്റ്റ്മോർട്ടം നടത്തിയില്ലെന്ന് പരാതികളും ഉയർന്നിട്ടുണ്ട്. പൊതുപ്രവർത്തകനായ ജോയ് മാതിരപ്പിള്ളിയാണ് നായ്ക്കളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ട വിവരം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചത്. കുന്നംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തെരുവ് നായ്ക്കളെ ചത്ത നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ 8 നായകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ആനക്കൽ, കളിഷാപ്പ്, സംഘമിത്ര പ്രദേശങ്ങളിലാണ് തെരുവ് നായ്ക്കളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തെരുവ് നായ്ക്കളെ വിഷം നൽകിയതാണെന്നാണ് സംശയം. നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന ഓണം പുസ്തകോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ ആരംഭിച്ച പുസ്തകോത്സവം അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി CP അബൂബക്കർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സാഹിത്യ അക്കാദമികളുടെയും കേരള സംഗീത നാടക അക്കാദമി, കേരള കലാമണ്ഡലം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ പ്രസാധകരുടെ പുസ്തകങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്. 60% വരെ വിലക്കുറവിലാണ് പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നത്. ഈ മാസം 12-ന് പുസ്തകോത്സവം സമാപിക്കും. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ട് ഒരാഴ്ച പിന്നിട്ടു. വയോജനങ്ങളടക്കമുള്ള 100 കണക്കിന് പേരാണ് ദിനംപ്രതി മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നത്. കെട്ടിടത്തിലെ ലിഫ്റ്റ് സ്തംഭിച്ചതുമൂലം നാട്ടുകാരെയും ജീവനക്കാരെയും ഒരുപോലെയാണ് വലയ്ക്കുന്നത്. തഹസിൽദാരും പൊതുമരാമത്ത് വകുപ്പും ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. പലതവണ ലിഫ്റ്റ് തകരാറിലാവുകയും പലപ്പോഴായി നിരവധി പേർ ലിഫ്റ്റിൽ കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട്. തകരാർ പതിവായ ലിഫ്റ്റ് മാറ്റി പുതിയത് സ്ഥാപിക്കാൻ NGO യൂണിയൻ അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. പോലീസ് ചമഞ്ഞ് അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്തെത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന വിരുദ്ധനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് പാലയൂർ കറുപ്പം വീട്ടിൽ സവാദിനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം മറ്റത്തൂർക്കുന്നിലെത്തി അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്തെത്തി പണം കൈക്കലാക്കിയെന്ന പരാതിയെ തുടർന്നാണ് ഇയാളെ പിടികൂടിയത്. നിരവധി സ്ഥലങ്ങളിൽ നിന്ന് സമാന രീതിയിൽ ഇയാൾ പണം തട്ടിയെടുത്തിട്ടുള്ളതായി പോലീസ് പറഞ്ഞു.
കാപ്പ നിയമപ്രകാരം ജില്ലയിൽ നിന്ന് നാട് കടത്തിയ പ്രതിയെ വരന്തരപ്പിള്ളി കാരിക്കുളത്തെ ഒളിത്താവളത്തിൽ നിന്ന് പിടികൂടി. മാനാട്ടുകുന്ന് സ്വദേശി രതീഷിനെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷ്, ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ റൂറൽ SPയുടെ റിപ്പോർട്ടിനെ തുടർന്ന് തൃശൂർ റേഞ്ച് DIG 6 മാസത്തേക്ക് ജില്ലയിൽ നിന്ന് നാടുകടത്തി ഉത്തരവിറക്കിയിരുന്നു. ഇത്തരം ആളുകൾ ജില്ലയിൽ പ്രവേശിക്കുന്നത് നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രതീഷ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സീനിയർ CPO ES ജീവൻ, CPOമാരായ KS ഉമേഷ്, ഹരികൃഷ്ണൻ, U ആഷിഖ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. 2 പേരുടെ ജീവൻ തിരികെ പിടിക്കാൻ കാരുണ്യയാത്ര നടത്തി സ്വകാര്യ ബസുകൾ. തൃശൂർ പുത്തൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളാണ് കാരുണ്യയാത്ര നടത്തിയത്. യാത്രയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. പുത്തൂർ സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ന്യൂസ് പേപ്പർ ക്യാമ്പയിനിലൂടെ സമാഹരിച്ച തുക ജില്ലാ കളക്ടർക്ക് കൈമാറി. പുത്തൂർ പഞ്ചായത്തിലെ 2ാം വാർഡ് തോണിപ്പാറ സ്വദേശി വടക്കൂട്ട് പ്രമോദിന്റെയും നിമിയുടെയും മകൻ ദക്ഷിൺ ബ്ലഡ് ക്യാൻസർ മൂലം തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ്. 6ാം വാർഡ് കൊളാംകുണ്ട് സ്വദേശി പാറൂക്കാരൻ സുരേന്ദ്രൻ മകൻ സുധി ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലാണ്. ഇരുവരുടെയും ചികിത്സയ്ക്ക് ഭീമമായ തുക ചിലവ് വരുമെന്നറിഞ്ഞതോടെയാണ് സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്താൻ തയ്യാറായത്. തൃശൂർ, ഒല്ലൂർ, പുത്തൂർ, പൊന്നൂക്കര, മാന്നാമംഗലം, മരോട്ടിച്ചാൽ, കൊളാംകുണ്ട്, ചേരുംകുഴി എന്നീ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് കാരുണ്യയാത്രയിൽ പങ്കെടുത്തത്. റവന്യൂ മന്ത്രി K രാജൻ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുവരുടെയും ചികിത്സയ്ക്കായി ചികിത്സാ സഹായനിധിയും രൂപീകരിച്ചിട്ടുണ്ട്. ചികിത്സാ സഹായങ്ങൾ കനറ ബാങ്ക് പുത്തൂർ ബ്രാഞ്ചിലെ 11-01-9427-8421 അക്കൗണ്ടിലേക്ക് അയക്കാവുന്നതാണ്. തൃശൂരിന്റെ ഈ ഓണോത്സവ കാലം ആഘോഷമാക്കാൻ അപ്പോളോ സർക്കസും. അഭ്യാസ പ്രകടനങ്ങളുടെ മതിവരാ കാഴ്ചകൾ സമ്മാനിക്കുന്ന സർക്കസ് പ്രദർശനം ആസ്വാദക മനം കവരുന്നു. പാനോളം ആകാംക്ഷയും സാഹസികതയും നിറഞ്ഞ ആകാശ ഊഞ്ഞാലിലെ കലാകാരന്മാരുടെ അഭ്യാസ പ്രകടനങ്ങൾ ആരിലും അത്ഭുതം ജനിപ്പിക്കുന്നതാണ്. ഏറെ സൂക്ഷ്മതയും ഏകാഗ്രതയും ആവശ്യമായ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടുള്ള പ്രകടനം കണ്ണിമ വെട്ടാതെയുള്ള കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. മെയ്വഴക്കവും കലാകായിക മികവും സമന്വയിക്കുന്ന കലാകാരികളുടെ സാരി, റിംഗ് ഡാൻസുകൾ, പുരുഷ വനിതാ മണിപ്പൂരി കലാകാരരുടെ റിംഗ്, ബോൾ, ഗ്ലാസ് ബോട്ടിൽ ഉൾപ്പെടെയുള്ള വിവിധയിനം അഭ്യാസ പ്രകടനങ്ങൾ, കാഴ്ചക്കാരിൽ ചിരി പടർത്തുന്ന ഹാസ്യ താരങ്ങൾ, ഒപ്പം വർണ്ണാഭമായ കലാകാരരുടെ മാർച്ച് പാസ്റ്റ്. ഇങ്ങനെ പഴയതും പുതിയതുമായ സർക്കസ് അഭ്യാസങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ കലാകാരന്മാർ മാത്രം അണിനിരക്കുന്ന അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി ആസ്വാദകരുടെ മനം കീഴടക്കി മുന്നേറുകയാണ് അപ്പോളോ സർക്കസിന്റെ പ്രദർശനം. 115 അംഗ സംഘത്തിന്റെ 26 ഇന പ്രകടനങ്ങളാണ് സർക്കസിലുള്ളത്. ഇന്ത്യയിലും വിദേശത്തും പതിറ്റാണ്ടുകളായി പ്രദർശനം നടത്തിവരുന്ന അപ്പോളോ സർക്കസ് ഇതാദ്യമായാണ് തൃശൂരിലെത്തുന്നത്. ശക്തൻ നഗർ പ്രദർശന ഗ്രൗണ്ടിൽ ആരംഭിച്ച സർക്കസിന്റെ പ്രദർശന ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. കൗൺസിലർമാരായ സിന്ധു ആൻഡോ ചാക്കോള, P സുകുമാരൻ, കോർപ്പറേഷൻ അമൃത് കോർഡിനേറ്റർ രാഹുൽ, അപ്പോളോ സർക്കസ് സാരഥി സനൽ ജോർജ്, മാനേജർ C രാജൻ, PRO M ഉമേഷ് എന്നിവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 1 മണി, വൈകിട്ട് 4-നും 7-നുമായി ദിവസേന 2 മണിക്കൂർ ദൈർഘ്യമുള്ള 3 പ്രദർശനങ്ങളാണുള്ളത്. 150, 250, 350 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്. വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നതിനാൽ ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ 2 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. സെക്കൻഡിൽ 1.15 ഘനമീറ്റർ എന്ന തോതിലാണ് കുറുമാലി പുഴയിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്നത്. പുഴയിൽ 3 മുതൽ 4 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കരുവന്നൂർ, കുറുമാലി പുഴകളുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കേരള ബാങ്കിനെതിരെ ഭരണകക്ഷി തൊഴിലാളി സംഘടനയുടെ പ്രതിഷേധം. കേരള ബാങ്ക് ലോൺ ആൻഡ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് തൃശൂരിലെ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്.
ജില്ലയിലെ കളക്ഷൻ ഏജന്റുമാരോടുള്ള ബാങ്കിന്റെ അവഗണന അവസാനിപ്പിക്കുക, കളക്ഷൻ ഏജന്റുമാരുടെ ശമ്പളം പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K രാജേഷ് അധ്യക്ഷത വഹിച്ചു. CITU തൃശൂർ ഏരിയ സെക്രട്ടറി T സുധാകരൻ, ബാങ്ക് തൊഴിലാളി സംഘടനാ മുൻ സംസ്ഥാന പ്രസിഡന്റ് T നരേന്ദ്രൻ, ഹരിത കർമ്മസേന ജില്ലാ സെക്രട്ടറി സിനി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ നടന്ന ജില്ലാ അക്കാദമി ലീഗിൽ FC കേരളയും സ്പാരോസ് തൃശൂരും ജേതാക്കളായി. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ അണ്ടർ 13 വിഭാഗത്തിൽ FC കേരള എതിരില്ലാത്ത 3 ഗോളിന് സ്പാരോസ് തൃശൂരിനെയും അണ്ടർ 15 വിഭാഗത്തിൽ സ്പാരോസ് തൃശൂർ എതിരില്ലാത്ത 1 ഗോളിന് FC കേരളയെയും പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C സുമേഷ്, വൈസ് പ്രസിഡന്റ് PC ജോൺസൺ, സെക്രട്ടറി ജോസ് പൂക്കോടൻ എന്നിവർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അസോസിയേഷൻ ട്രഷറർ സോളി സേവ്യർ, ജോയിന്റ് സെക്രട്ടറിമാരായ KN നവാസ്, ഡോക്ടർ ശിവറാം, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ കുര്യൻ മാത്യു, ജോസ് കാട്ടുകാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ചെമ്പൂക്കാവിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രത്തിന്റെ പ്രഥമ കൂട്ടായ്മ തൃശൂർ എഞ്ചിനീയേഴ്സ് ഹാളിൽ നടന്നു. പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അകാലത്തിൽ പൊലിഞ്ഞ സഹപ്രവർത്തകരെയും ചടങ്ങിൽ അനുസ്മരിച്ചു. പ്രഥമ പ്രൊജക്ട് മാനേജർ KR ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രൊജക്ട് മാനേജർ CC രേഖ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രൊജക്ട് മാനേജർമാരായ സുകുമാരൻ, നന്ദകുമാർ, ജെയിംസ്, ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇരുവൃക്കകളും തകരാറിലായ യുവതി ചികിത്സാ സഹായം തേടുന്നു. പാണ്ടിപ്പറമ്പ് സ്വദേശിനി പരേതനായ പുളിങ്കുഴി ശിവന്റെയും ഓമനയുടെയും മകൾ 27 വയസ്സുള്ള ഹൃദ്യയാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഹൃദ്യയ്ക്ക് 25 ലക്ഷത്തോളം രൂപയാണ് ചിലവ് വരുന്നത്. ഹൃദ്യയുടെ ചികിത്സാ ചെലവിലേക്കായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ മുഖ്യ രക്ഷാധികാരിയും മാടക്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ചെയർമാനുമായുള്ള ഹൃദ്യ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനായി ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കുണ്ടുകാട് കുറിച്ചിക്കര ബ്രാഞ്ചിൽ 10-24-01-52-28-15 എന്ന നമ്പറിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. സുമനസുകൾക്ക് സഹായം അയക്കാവുന്നതാണ്. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടി എലിഞ്ഞപ്രയിൽ കൊമ്പുകൾ മുറിക്കുന്നതിനിടെ പരിക്കേറ്റ് മരത്തിന് മുകളിൽ കുടുങ്ങിയ യുവാവിനെ അഗ്നിശമന വിഭാഗം രക്ഷപ്പെടുത്തി. മേലൂർ സ്വദേശി ബേബിയാണ് കൈക്ക് ഒടിവ് പറ്റി 50 അടി ഉയരമുള്ള മരത്തിന് മുകളിൽ കുടുങ്ങിയത്. സുരക്ഷയ്ക്കായി മരത്തിൽ ചേർത്ത് വടം കെട്ടിയിരുന്നതിനാൽ താഴെ വീഴാതെ രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് ചാലക്കുടി സ്റ്റേഷനിൽ നിന്നെത്തിയ അഗ്നിശമന വിഭാഗമാണ് ബേബിയെ താഴെയിറക്കിയത്. റോപ്പിൽ ഘടിപ്പിച്ച റെസ്ക്യൂ നെറ്റിൽ ഇരുത്തിയാണ് ഇയാളെ താഴെയെത്തിച്ചത്. പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53200 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3188 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും സുനിൽകുമാർ. പൂരം കലക്കിയത് ഇടത് നേതാക്കളെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. വിദേശത്ത് വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തുവെന്ന യുവതിയുടെ പരാതിയിൽ ചലച്ചിത്ര നടൻ നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ കോതമംഗലം ഊന്നുകൽ പോലീസ് കേസെടുത്തു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡനത്തിനിരയാക്കിയെന്നാണ് യുവതിയുടെ മൊഴി. ആരോപണം നിഷേധിച്ച് നിവിൻ പോളി. PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ.
CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മൗനം വെടിയണമെന്നും ശോഭാ സുരേന്ദ്രൻ. വടക്കാഞ്ചേരി അകമലയിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ചേലക്കര സ്വദേശിനി സൂസമ്മയാണ് മരിച്ചത്. മണ്ണുത്തിയിൽ പിക്കപ്പ് വാൻ ഇടിച്ച് വീട്ടമ്മ മരിച്ചു. വിയ്യൂർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന മകന് നൽകാൻ കഞ്ചാവുമായി എത്തിയ അമ്മയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കാട്ടാക്കട സ്വദേശി ലതയാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 80 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. കേരള വിഷന്റെ സംരംഭക കൺവെൻഷൻ ഈ മാസം 5-ന് പുഴയ്ക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കും. ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുകയെന്ന ലക്ഷ്യവുമായാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ റീടെൻഡർ ചെയ്തു. 270 ദിവസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കണമെന്നാണ് ടെൻഡറിലെ വ്യവസ്ഥ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.